അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ മക്കൾ നമ്മളെ കേൾക്കാതെ പോയാൽ അതിനെ ഖുർആനികമായി എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ മാതാപിതാക്കൾക്കും ഇത് അത്യന്തം പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കാതെ നടന്നാൽ മാതാവാവട്ടെ പിതാവാവട്ടെ അത് വല്ലാത്തൊരു വിഷമത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അൽ ബഖറയിലെ 155 അല്ലെ 157 ഇതിൽ പറയുന്നത് എന്താ? സഹിഷ്ണുതയുള്ളവരെ അള്ളാഹു മഹത്വന്മാരാക്കുന്നു എന്നാണ്. അതായത് എന്താ ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദോഷങ്ങൾ, പാപങ്ങൾ, തെറ്റുകൾ എന്നിവയെല്ലാം ക്ഷമിച്ച് അതിനോട് നമുക്ക് ക്ഷമിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു മഹത്വന്മാരാക്കുന്നത് എന്നാണ്. മക്കളെ നമ്മൾ എന്ത് രീതിയിലാണ് ഇതാക്കേണ്ടത്? ശാന്തതയോടെ, സഹനത്തോടെ, അതായത് സമാധാനത്തോടു കൂടിയും ദയയോടു കൂടിയും കാരുണ്യത്തോടു കൂടി നമ്മൾ അവരെ വളർത്താൻ ശീലിക്കുക. കാരണം ഹൃദയം നിർബന്ധത്തോടെ ഒരിക്കലുമല്ല. ഒരാൾ നിർബന്ധം പിടിച്ചാലൊന്നും മക്കളെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. മറ്റൊന്ന്, പ്രവാചകൻ്റെ അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ ഒരിക്കൽ പോലും അടച്ചിട്ടില്ല. അതായത് സ്നേഹത്തിലൂടെ മാത്രമാണ് ഒരാൾക്കൊപ്പം സ്വഭാവം മാറ്റാൻ പറ്റുക എന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ മക്കളോട് രൂക്ഷമായി സംസാരിക്കേണ്ടതിന് പകരം അവരോട് എന്ത് ചെയ്യുക? നമ്മൾ വളരെ സഹതാപത്തോടു കൂടി സംസാരിക്കുക. റബ്ബി ജഅൽനി മുഖീമസ്വലാഹി വമിൻ ദുർരിയത്തി. യാ അള്ളാഹ്, എന്താണ് എൻ്റെ അർത്ഥം? എന്നെയും എൻ്റെ മക്കളെയും, അതായത് നമ്മുടെ മക്കളെയും സംസ്കാരം നിവർത്തിക്കുന്നവർ, അത് നിസ്കാരമുള്ളവരാക്കി മാറ്റൂ എന്നാണ് അർത്ഥം. അതുപോലെ സൂറത്തുൽ ഫുർഖാൻ 74 ആയത്തിന് ദിവസവും കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കണം. അതും മറന്നു പോവരുത്. അതുപോലെ നമ്മളെ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവരുടെ തലയിൽ കഴിവെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബി കലിമാത്തില്ലാഹി മിൻ ശർരി മാ ഹലക്ക്. ഇത് നമുക്ക് എന്താണ് ചെയ്യാം? കുട്ടികളെ ശാപങ്ങളിൽ നിന്ന്, കണ്ണീറിൽ നിന്ന്, രാക്കിൽ നിന്ന്, ശൈത്താനിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ ഈ ഒരു ദുആ വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊന്ന് പറയാനുള്ള, മാതാപിതാക്കളായ നമ്മളാണ് ആദ്യം അവർക്ക് എന്ത് ചെയ്യേണ്ടത്? മാതൃകയാവേണ്ടത്. കുട്ടികൾ നമ്മളെ കാണിക്കുമ്പോൾ നല്ല മാതൃകയായിട്ട് നമ്മൾ അവരെ വീക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? അവരെ മുമ്പിൽ നല്ല മാതൃകയായ ഒരു ഉമ്മയും ഉപ്പയായി അവരെ മുന്നിൽ നിൽക്കണം. എന്നാൽ മാത്രമേ അവരും നല്ല വഴിക്ക് മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അതുപോലെ സ്നേഹം, ദുആ, സഹനശീലങ്ങൾ, ഇതാണ് വലിയ ആയുധം. അവരെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താ? സ്നേഹത്തോടെ പെരുമാറുക, അള്ളാഹുവിനോട് നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നല്ല നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. ഇനി മക്കൾ കേൾക്കില്ല എന്ന് നിരാശരാകരുത്. ദുആ തുടർന്ന് കൊണ്ടേയിരിക്കുക. അള്ളാഹു അതെല്ലാം നമുക്ക് ആ ഒരു ദുആക്ക് ഉത്തരം തരാതിരിക്കില്ല. കാരണം നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളാണല്ലോ ദുആ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദുആ തീർച്ചയായിട്ടും പടച്ച റബ്ബ് കേൾക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ഇസ്ലാമിക സൊല്യൂഷൻ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യും. ഇനിയും ഇസ്ലാമിക പരിഹാരങ്ങൾക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും.